നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പതിവ് പോലെ തന്നെ LP-UP സ്കൂൾ ടീച്ചർ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ LP-UP അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്താണ് വ്യക്തിത്വത്തെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ പറ്റി നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്? അപ്പോൾ വ്യക്തിത്വം എന്താണ് എന്നതിൻ്റെ ഒരു നിർവചനത്തിലേക്ക് നമുക്കൊന്ന് ആദ്യം നോക്കാം അല്ലേ. എന്താണ് വ്യക്തിത്വം? പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത് പേഴ്സണ എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിലേക്ക്. അപ്പോൾ വ്യക്തിത്വം എന്നർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചിരിക്കുന്നത് പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഈ പേഴ്സോണ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ എന്താണ്? മുഖം മൂടി അഥവാ മാസ്ക് എന്നാണ്. അപ്പോൾ മുഖം മൂടി വെച്ച അല്ലെങ്കിൽ മാസ്ക് വെച്ച ഒരു നടൻ എന്ന അർത്ഥത്തിലാണ് ഈ പേഴ്സോണ എന്ന വാക്ക് ഇവിടെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള അല്ലെങ്കിൽ വ്യക്തിത്വത്തെ പറ്റിയുള്ള നിർവചനങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള നിർവചനങ്ങൾ ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നതായിരുന്നു ചോദിച്ചാൽ അല്ലേ വിദഗ്ധ പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ നിർവചനങ്ങൾ നോക്കാം നമുക്ക്. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് അയാളുടെ സംഘടിതമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ്. ഇത് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, H.J. ഐസക് എന്ന വ്യക്തിയാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ H.J. ഐസക് പറഞ്ഞിരിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മ എന്തെന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അയാളുടെ വ്യക്തിത്വം എന്താണ്? ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. ഇത് പറഞ്ഞിരിക്കുന്നത് R.S. വുഡ്വർത്ത് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് R.S. വുഡ്വർത്ത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്താണോ അതാണ് വ്യക്തിത്വമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ വ്യക്തിത്വം എന്താണ്? ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാനായിട്ട് അനുവദിക്കുന്നതെന്തോ അതിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ഒരു ആന്തരിക ഘടനയാണ്. അപ്പോൾ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായ ആന്തരിക ഘടനയെ ആണ് വ്യക്തിത്വം എന്ന പേരിൽ പറയുന്നത്. ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് G.W. അൽപോർട്ടാണ്. അപ്പോൾ G.W. അൽപോർട്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന മാനസികവും കായികവുമായ വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ ഒരാളുടെ ബാഹ്യരൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഒരാളുടെ ബാഹ്യരൂപത്തിനും പെരുമാറ്റത്തിനും അപ്പുറമാണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം നിലകൊള്ളുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട് അല്ലെ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ജൈവിക ഘടകങ്ങളാണ്, മറ്റൊന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലേ. സാഹചര്യ ഘടകങ്ങളും ജൈവിക ഘടകങ്ങളുമാണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ജൈവിക ഘടകങ്ങളും അല്ലെങ്കിൽ ജൈവിക ഘടകങ്ങൾ അഥവാ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, സാഹചര്യ ഘടകങ്ങൾ അഥവാ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടക ശാരീരിക അവസ്ഥയുണ്ട് അല്ലെ. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടക ശാരീരിക അവസ്ഥ ഗ്രന്ഥിവ്യവസ്ഥ, നാഡീവ്യവസ്ഥ, പാരമ്പര്യം എന്നിവയാണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ജൈവിക ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ശാരീരിക അവസ്ഥ, രണ്ട് ഗ്രന്ഥി വ്യവസ്ഥ, മൂന്ന് നാഡീവ്യവസ്ഥ, നാല് പാരമ്പര്യം എന്നിവയാണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളുണ്ട്. അതൊന്ന് കുടുംബം, രണ്ട് വിദ്യാലയം, മൂന്ന് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, നാല് മാധ്യമങ്ങൾ എന്നിവയാണ്. അപ്പോൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങൾ എന്തെല്ലാമാണ്? കുടുംബം, വിദ്യാലയം, സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ, മാധ്യമങ്ങൾ എന്നിവയാണ് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി പരിപക്വ വ്യക്തിത്വമുണ്ടല്ലേ. പരിപക്വ വ്യക്തിത്വം അഥവാ മെച്വേർഡ് പേഴ്സണാലിറ്റി ഉണ്ട്. എന്താണ് പരിപക്വ വ്യക്തിത്വം അഥവാ മെച്വേർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഒരു പരിപക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. ആൽപോർട്ട് 6 തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത്.
ആൽപോർട്ട് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തേതാണ് വിപുലീകൃത അഹം എന്ന് പറയുന്നത്, അഥവാ എക്സ്റ്റെൻഡഡ് സെൽഫ് എന്നാണ് ഇതറിയപ്പെടുന്നത്. വിപുലീകൃത അഹം അഥവാ എക്സ്റ്റെൻഡഡ് സെൽഫാണ് ഇത്. എന്താണ് എക്സ്റ്റെൻഡഡ് സെൽഫ് അഥവാ വിപുലീകൃത അഹം എന്ന് നോക്കാം. മറ്റുള്ളവരുടെ താൽപ്പര്യവും ക്ഷേമവും തൻ്റേതിനൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാലമായ ചിന്തയാണ് എക്സ്റ്റെൻഡഡ് സെൽഫ് അഥവാ വിപുലീകൃത അഹം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ താൽപ്പര്യവും ക്ഷേമവും തൻ്റേതിനൊപ്പം തന്നെ പരിഗണിക്കുന്ന വിശാലമായ ചിന്തയെ ആണ് എക്സ്റ്റെൻഡഡ് സെൽഫ് അഥവാ വിപുലീകൃത അഹം എന്ന് പറയുന്നത്. ഊഷ്മള ബന്ധങ്ങളുണ്ട് അഥവാ വാം റിലേഷൻസ് ഉണ്ട്. എന്താണ് ഊഷ്മള ബന്ധങ്ങൾ അഥവാ വാം റിലേഷൻസ്? മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പക്വ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്ക് സാധിക്കുന്നുവെന്നാണ് വാം റിലേഷൻസ് പറയുന്നത്. മറ്റുള്ളവരുടെ ശ്രദ്ധയും ആദരവും നേടിയെടുക്കുന്ന തരത്തിൽ ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പക്വ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്ക് കഴിയുന്നു എന്നാണ് ഊഷ്മള ബന്ധങ്ങൾ അഥവാ വാം റിലേഷൻസ് പറയുന്നത്. അടുത്തത് ആത്മസന്തുലനമാണ്, സെൽഫ് റെഗുലേഷൻ അഥവാ ആത്മസന്തുലനം. എന്താണ് സെൽഫ് റെഗുലേഷൻ അഥവാ ആത്മസന്തുലനം എന്ന് പറയുന്നത്? തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുക എന്നതാണ് സെൽഫ് റെഗുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ പോലും അതിവൈകാരികത പ്രകടിപ്പിക്കാതെ ആത്മസന്തുലനം പാലിക്കുക, അതായത് സംഘർഷവേളകളിൽ സഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി യാഥാർത്ഥ്യബോധമുണ്ട്. എന്താണ് യാഥാർത്ഥ്യബോധം അഥവാ റിയലിസ്റ്റിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് യാഥാർത്ഥ്യബോധം അഥവാ റിയലിസ്റ്റിക് പെർസെപ്ഷൻ? സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് റിയലിസ്റ്റിക് പെർസെപ്ഷൻ അഥവാ യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നത്. സാമൂഹിക സംഭവങ്ങളെയും പ്രതിസന്ധികളെയും യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് റിയലിസ്റ്റിക് പെർസെപ്ഷൻ അഥവാ യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നത്. അടുത്തത് ആത്മധാരണയാണ്, സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനാണ്. സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതാണ് ആത്മധാരണ അഥവാ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തം കഴിവുകളെയും പരിമിതികളെയും വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതാണ് ആത്മധാരണ അഥവാ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ആറാമത്തെ ഏകാത്മക ജീവിത ദർശനമുണ്ട്. ഏകാത്മക ജീവിത ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫയിങ് ഫിലോസഫി ഓഫ് ലൈഫാണ്. ഏകാത്മക ജീവിത ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫയിങ് ഫിലോസഫി ഓഫ് ലൈഫാണ്. സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആത്മസംതൃപ്തിക്കനുസരിച്ച് വികസിപ്പിച്ചെടുത്ത അംഗീകൃതവും ഏകാത്മകവുമായ ജീവിത ദർശനം പുലർത്തുക എന്നതാണ് ഏകാത്മക ജീവിത ദർശനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തിത്വ പഠന സമീപനങ്ങളുണ്ട്. എന്താണ് വ്യക്തിത്വ പഠന സമീപനങ്ങൾ എന്ന് പറയുന്നത്? വ്യക്തിത്വത്തിൻ്റെ ഘടനയും വികാസവും വിശദീകരിക്കുന്ന പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങൾ ആണ് ഒന്ന് ടൈപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. വ്യക്തിത്വ പഠന സമീപനങ്ങളാണ് നോക്കുന്നത്. വ്യക്തിത്വത്തിൻ്റെ ഘടനയും വികാസവും വിശദീകരിക്കുന്ന പ്രധാന വ്യക്തിത്വ പഠന സമീപനങ്ങളുണ്ട്. അത് ഒന്ന് ഇന സമീപനം അഥവാ ടൈപ്പ് അപ്രോച്ച്, അടുത്തത് സവിശേഷക സമീപനം അഥവാ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ഇന സമീപനവും സവിശേഷക സമീപനവുമുണ്ട്. ടൈപ്പ് അപ്രോച്ചും ട്രൈറ്റ് അപ്രോച്ചും ഉണ്ട്. അതിൽ മനോവിശ്ലേഷണ സമീപനം നമുക്കൊന്ന് നോക്കാം അല്ലെ. മനോവിശ്ലേഷണ സമീപനം എന്ന് വെച്ചാൽ എന്താണ്? സൈക്കോ അനാലിസിസ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. സൈക്കോ അനാലിസിസ് അപ്രോച്ച് അഥവാ മനോവിശ്ലേഷണ സമീപനം. അടുത്തത് മാനവികതാ സമീപനം എന്ന് പറയും. മാനവികതാ സമീപനം അഥവാ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ പ്രധാനപ്പെട്ട സമീപനങ്ങൾ നമ്മൾ നോക്കുന്നതൊന്ന് ടൈപ്പ് അപ്രോച്ച് അഥവാ ഇന സമീപനം, സവിശേഷക സമീപനം അഥവാ ട്രൈറ്റ് അപ്രോച്ച്, മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ച്, മാനവികതാ സമീപനം അഥവാ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്. ഇനി വ്യക്തിത്വ സമീപനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഇന സമീപനം അഥവാ ടൈപ്പ് അപ്രോച്ചിനെ കുറിച്ചാണ്. എന്താണ് ടൈപ്പ് അപ്രോച്ച്? ഇന സമീപന പ്രകാരം വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ബാഹ്യവും ആന്തരികവുമായ ശരീരഘടന, ഭക്ഷണ രീതി എന്നിവയിലൂടെയാണ്. ഇന സമീപന പ്രകാരം അല്ലെങ്കിൽ ടൈപ്പ് അപ്രോച്ച് പ്രകാരം വ്യക്തിത്വ നിർണ്ണയം നടത്തിയ പ്രതിഭാശാലികളാണ് ഹിപ്പോക്രാറ്റസും ഷെൽഡനും ക്രഷ്മറും. അപ്പോൾ ഇന സമീപന പ്രകാരം വ്യക്തിത്വ നിർണ്ണയം നടത്തിയ പ്രതിഭാശാലികളാണ് ഹിപ്പോക്രാറ്റസ്, ഷെൽഡൻ, ക്രഷ്മർ എന്നിവർ. മനുഷ്യ ശരീരത്തിൽ 4 തരം രസങ്ങളുണ്ടെന്നും രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം ഇവയൊക്കെയാണ് 4 രസങ്ങൾ. അതായത് മനുഷ്യ ശരീരത്തിലുള്ള 4 രസങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് രക്തം, അടുത്തത് മഞ്ഞപ്പിത്തരസം, അടുത്തത് ശ്ലേഷ്മം, പിന്നെയുള്ളത് കറുത്ത പിത്തരസമാണ്. ആ വ്യക്തിയുടെ ശരീരത്തിൽ മുന്തി നിൽക്കുന്ന രസം അയാളുടെ വൈകാരിക ചിന്താവൃത്തിക്ക് സവിശേഷ സ്വഭാവം നൽകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടതാണ് ഹിപ്പോക്രാറ്റസ്. അതായത് ഏത് വ്യക്തിയുടെ ശരീരത്തിൽ ഏത് രസമാണോ
അയാളുടെ ചിന്താശേഷിക്ക് കൂടുതൽ വൈകാരികത കൊടുക്കുന്നത് അത് മുന്തി നിൽക്കുമെന്നാണ് ഹിപ്പോക്രേറ്റസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ് ഹിപ്പോക്രേറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരീരദ്രവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വ്യക്തിത്വത്തെ വിശദീകരിച്ചവരിൽ പ്രധാനിയാണ് ഹിപ്പോക്രേറ്റസ്. ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ക്രഷ്മർ. അപ്പോൾ ക്രഷ്മർ പറഞ്ഞത് ഒരു വ്യക്തിയുടെ കായിക ഘടനയും വ്യക്തിത്വവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് ക്രഷ്മർ അഭിപ്രായപ്പെട്ടത്. ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനയുണ്ട് അല്ലെ. ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ 3 തരം കായിക ഘടനയുണ്ട്. ഒന്ന് അസ്തനിക്, രണ്ടാമത്തേത് അത്ലറ്റിക്, മൂന്നാമത്തേത് പിക്നിക്. അപ്പോൾ അസ്തനിക്, അത്ലറ്റിക്, പിക്നിക് ഇങ്ങനെ 3 തരം കായിക ഘടനയാണ് ക്രഷ്മറിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരം കൂടിയതും മെലിഞ്ഞതും അതേപോലെ ദുർബലവുമായ ശരീരമുണ്ടല്ലോ. ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബല ശരീരം, സാമൂഹിക ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന സ്വഭാവം, വൈകാരികത കൂടുതൽ, വിഷാദഭാവം, ഇത്തരം വ്യക്തിത്വങ്ങളാണ് അസ്തനിക് എന്ന അഥവാ കൃശഗാത്രൻ എന്ന ശ്രേണിയിൽ പെടുന്നത്. ഉയരം കൂടിയതും മെലിഞ്ഞതുമായ ദുർബലമായ ശരീരപ്രകൃതിയോട് കൂടിയവരും സാമൂഹ്യ ബന്ധങ്ങളിൽ വിമുഖത കാണിക്കുകയും പിൻവാങ്ങുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവങ്ങളുള്ളവരും വൈകാരികത കൂടുതലും വിഷാദഭാവം കൂടുതലുമുള്ളതുമായ വ്യക്തികളെയാണ് നമ്മൾ ആസ്തനിക് അഥവാ കൃശഗാത്രൻ എന്ന ശ്രേണിയിൽ പെടുത്തുന്നത്. വികസിത പേശികളുടെ ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം, കായിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം, ഇത്തരം വ്യക്തിത്വങ്ങൾ അറിയപ്പെടുന്നതാണ് അത്ലറ്റിക് അഥവാ ദൃഢഗാത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. വികസിത പേശികളുള്ള ദൃഢശരീരവും ഉന്മേഷ സ്വഭാവം, പ്രശ്നങ്ങളോടെല്ലാം വേഗത്തിൽ പൊരുത്തപ്പെടുന്ന സ്വഭാവം, കായിക പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ളവർ, ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്ന പേരാണ് അത്ലറ്റിക് അഥവാ ദൃഢഗാത്ര രീതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരവും ഉല്ലാസപ്രിയൻ, സംസാരപ്രിയൻ, സാമൂഹ്യബന്ധങ്ങളിൽ താൽപ്പര്യമുള്ളവർ, പൊണ്ണത്തടിയുള്ളവർ, കാര്യങ്ങൾ ലഘുവായി കാണുന്ന പ്രവണതയുള്ളവർ, ഇത്തരം വ്യക്തിത്വങ്ങൾ അറിയപ്പെടുന്ന പേരാണ് പിക്നിക് അഥവാ ഗോളഗാത്രൻ എന്നാണ് ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അറിയപ്പെടുന്നത്. പൊക്കം കുറഞ്ഞതും തടിച്ചതുമായ ശരീരം, ഉല്ലാസപ്രിയൻ, സംസാരപ്രിയൻ, സാമൂഹ്യബന്ധങ്ങളിൽ താൽപ്പര്യമുള്ളവൻ, പൊണ്ണത്തടി, കാര്യങ്ങൾ ലഘുവായി കാണുന്ന പ്രവണതയുള്ളവർ, ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നതാണ് പിക്നിക് അഥവാ ഗോളഗാത്ര പ്രകൃതി എന്നാണ് ഇത്തരം വ്യക്തിത്വം അറിയപ്പെടുന്നത്. ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയത് ആരാണ്? ഹെർബർട്ട് ഷെൽഡൻ ആണ്. ശാരീരിക പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വ വർഗീകരണം നടത്തിയിരിക്കുന്നത് ഹെർബർട്ട് ഷെൽഡൻ ആണ്. ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരം, സമൂഹ ബന്ധങ്ങളിൽ താൽപ്പര്യമുള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോടു കൂടിയവരുമായി കരുതുന്ന വ്യക്തികളാണ് എൻഡോമോർഫിക് എന്ന് പറയുന്നത്. ഉരുണ്ടു തടിച്ച മൃദുവായ ശരീരത്തോടു കൂടിയവരും സാമൂഹിക ബന്ധങ്ങളിൽ താൽപ്പര്യമുള്ളവരും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തോടു കൂടിയവരുമായി കാണപ്പെടുന്ന വ്യക്തികളെയാണ് നമ്മൾ എൻഡോമോർഫിക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവരും വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവും ഉള്ളവരും ഉന്മേഷവാന്മാരുമായും കരുതപ്പെടുന്ന വ്യക്തികളാണ് മീസോഫോർമിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൃഢമായ പേശികളോട് കൂടിയ ശരീരമുള്ളവരും വളരെ ഉറച്ച അഭിപ്രായവും തീരുമാനവും ഉള്ളവരായും ഉന്മേഷവാന്മാരുമായും കരുതപ്പെടുന്ന വ്യക്തികളാണ് മീസോഫോർമിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊക്കത്തോടെ മെലിഞ്ഞ ശരീരമുള്ളവരെ അന്തർമുഖരും ഭീതിയോടുകൂടിയവരുമായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എക്ടോമോർഫിക് എന്ന് പറയുന്നത്. പൊക്കത്തോടു മെലിഞ്ഞ ശരീരമുള്ളവരും അന്തർമുഖരും ഭീതിയോടുകൂടിയവരുമായി വർഗീകരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എക്ടോമോർഫിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സവിശേഷക സമീപനമുണ്ട് അഥവാ ട്രൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നതാണ് സവിശേഷക സമീപനം എന്ന് പറയുന്നത് ട്രൈറ്റ് അപ്രോച്ചാണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെടുന്നത്. ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ഗോർഡനാണ് കേട്ടോ. ഗോർഡനാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത്. ആൽപോർട്ട് വ്യക്തിത്വത്തിന് സമഗ്രമായ ഒരു നിർവചനം നൽകിയിരിക്കുന്നതാരാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ്. അപ്പോൾ വ്യക്തിത്വം എന്ന ഒരു അഭിപ്രായം നൽകിയിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു അഭിപ്രായം നൽകിയിരിക്കുന്നത് ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ്. അതായത് ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് ഗോർഡൻ ആൽപോർട്ടാണ്. വ്യക്തിത്വത്തിന് സമഗ്രമായൊരു നിർവചനം നൽകിയിരിക്കുന്നത് ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ടാണ്. ഒരു വ്യക്തിയുടെ
സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സവിശേഷമായ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണ്ണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയെ വ്യക്തിത്വം എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് സവിശേഷകമെന്ന് പറയുന്നത്. പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണത്തിന് കാരണമായ ആന്തരിക സവിശേഷ ഗുണമാണ് സവിശേഷകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നത് എങ്ങനെയാണ്? സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ്. സവിശേഷതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈറ്റ്സ് ആണ്. സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ആൽപോർട്ട് വ്യക്തിത്വത്തെ വിശകലനം ചെയ്യുന്നു. സവിശേഷ സമീപനത്തിൻ്റെ വക്താവാണ് ആൽപോർട്ട്. സവിശേഷ സമീപനത്തിൻ്റെ വക്താവാണ് ആൽപോർട്ട്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൽപോർട്ടാണ്. വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയിരിക്കുന്നത് ആര് തന്നെയാണ്? ആൽപോർട്ട് തന്നെയാണ്. വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയിരിക്കുന്നതും ആൽപോർട്ടാണ്. വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോർട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, അല്ലേ? വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോർട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് മുഖ്യ സവിശേഷകങ്ങൾ, ഒന്നാമത്തേത് മുഖ്യ സവിശേഷകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മധ്യമ സവിശേഷകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മധ്യമ സവിശേഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂന്നാമത്തേത് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് മുഖ്യ സവിശേഷകങ്ങൾ എന്താണ് എന്ന് നോക്കാം, അല്ലെ? മുഖ്യ സവിശേഷകങ്ങൾ, അതായത് വ്യക്തിത്വ സവിശേഷകങ്ങളെ ആൽപോർട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് കാർഡിനൽ ട്രൈറ്റ്സ് അഥവാ മുഖ്യ സവിശേഷകങ്ങൾ, രണ്ടാമത്തേത് മധ്യമ സവിശേഷകങ്ങൾ സെൻട്രൽ ട്രൈറ്റ്സ്, മൂന്നാമത്തേത് ദ്വിതീയ സവിശേഷകങ്ങൾ സെക്കൻഡറി ട്രൈറ്റ്സ്. ഇനി മുഖ്യ സവിശേഷകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? മുഖ്യ സവിശേഷകങ്ങൾ എന്തെല്ലാമാണ്? ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായൊരു സവിശേഷതയാണ് മുഖ്യ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷതയാണ് മുഖ്യ സവിശേഷതകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകൾ ഭൂതദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം എന്നിവയാണ്. വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മുഖ്യ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ ഭൂതദയ, അക്രമരാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം, ഫലിതബോധം എന്നിവയാണ്. മധ്യമ സവിശേഷതകളുണ്ട്. മധ്യമ സവിശേഷതകൾ എന്തെല്ലാമാണ്? മധ്യമ സവിശേഷതകൾ ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവുമായല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് മധ്യമ സവിശേഷതകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മധ്യമ സവിശേഷതയുടെ ഘടകങ്ങൾ ഏതാണ്? സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, വിശ്വാസ്യത എന്നിവയാണ്. മധ്യമ സവിശേഷതയുടെ ഘടകങ്ങളെന്ന് പറയുന്നത് സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, വിശ്വാസ്യത എന്നിവയാണ്. ഇനി നമുക്ക് ദ്വിതീയ സവിശേഷകങ്ങൾ എന്താണ് എന്ന് നോക്കാം, അല്ലെ? ദ്വിതീയ സവിശേഷകങ്ങൾ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാകുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള സവിശേഷതയെയാണ് ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടമാക്കുന്നതും പ്രവർത്തന മേഖലകളിൽ കുറഞ്ഞ തോതിൽ മാത്രം സ്വാധീനം ചെലുത്തുന്നതുമായിട്ടുള്ള സവിശേഷതയാണ് ദ്വിതീയ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷങ്ങളും ദ്വിതീയ സവിശേഷങ്ങളും ചേർന്നാണ്. ഒരാളുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നത് മുഖ്യ സവിശേഷകവും ചില മധ്യമ സവിശേഷങ്ങളും ദ്വിതീയ സവിശേഷകങ്ങളും ചേർന്നാണ്. ഇതാണ് സവിശേഷക സമീപനം എന്ന് പറയുന്നത്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആൽപോർട്ടാണ്. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ട്രെയ്റ്റ് തിയറി മുന്നോട്ട് വെച്ചത് ആൽപോർട്ടാണ്. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങൾ. ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേരാണ് മുഖ്യ സവിശേഷകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രീബുദ്ധനിലെ അഹിംസ എന്ന് പറയുന്നത് മുഖ്യ സവിശേഷകത്തിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയിരിക്കുന്ന വ്യക്തിയാണ് റെയ്മണ്ട് കാറ്റലാണ് വ്യക്തിത്വ സവിശേഷകങ്ങളുടെ വർഗീകരണം നടത്തിയിരിക്കുന്നത്. വ്യക്തിത്വ സവിശേഷകങ്ങളെ കാറ്റൽ
റെയ്മണ്ട് കാറ്റൽ 4 വകുപ്പുകളായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. വ്യക്തിത്വ സവിശേഷകങ്ങളെ റെയ്മണ്ട് കാറ്റൽ 4 വകുപ്പുകളായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തത് സാമാന്യ സവിശേഷകങ്ങൾ അഥവാ കോമൺ ട്രൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തേത് സാമാന്യ സവിശേഷകങ്ങൾ അഥവാ കോമൺ ട്രൈറ്റ്സ്. രണ്ടാമത്തേത് തനിമാ സവിശേഷകങ്ങൾ അഥവാ യുണീക്ക് ട്രൈറ്റ്സ്. അടുത്തത് തനിമാ സവിശേഷകങ്ങൾ അഥവാ യുണീക്ക് ട്രൈറ്റ്സ് ആണ്. പിന്നെ മൂന്നാമത്തേത് പ്രതല സവിശേഷകങ്ങൾ അഥവാ സർഫസ് ട്രൈറ്റ്സ് എന്ന് പറയില്ലേ, പ്രതല സവിശേഷകങ്ങൾ അഥവാ സർഫസ് ട്രൈറ്റ്സ്. അടുത്തത് പ്രഭവ സവിശേഷകങ്ങൾ അഥവാ സോഴ്സ് ട്രൈറ്റ്സ് എന്ന് പറയും, സോഴ്സ് ട്രൈറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സവിശേഷകങ്ങളുള്ളത്. ഇപ്പോൾ തനിമാ സവിശേഷകങ്ങളുണ്ട്, സാമാന്യ സവിശേഷകങ്ങളുണ്ട്, തനിമാ സവിശേഷകങ്ങളുണ്ട്, പ്രതല സവിശേഷകങ്ങളുണ്ട്, പ്രഭവ സവിശേഷകങ്ങളുണ്ട്. ഇതാണ് ഇപ്പോൾ കോമൺ ട്രൈറ്റ്സ്, യുണീക്ക് ട്രൈറ്റ്സ്, സർഫസ് ട്രൈറ്റ്സ്, സോഴ്സ് ട്രൈറ്റ്സ് എന്നിവയാണ് ഇത്. പ്രതല പ്രഭവ സവിശേഷക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് റെയ്മണ്ട് കാറ്റൽ എന്ന് പറയുന്നത് അല്ലേ. പ്രതല പ്രഭവ സവിശേഷതക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് റെയ്മണ്ട് കാറ്റൽ. തിയറി ഓഫ് സർഫസ് ആൻഡ് സോഴ്സ് ട്രൈറ്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തമുണ്ട്, തിയറി ഓഫ് 3 ബേസിക് ഡൈമെൻഷൻ എന്ന് പറയുന്നതാണ് അല്ലേ. തിയറി ഓഫ് 3 ബേസിക് ഡൈമെൻഷൻസ്, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തമുണ്ട്. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസങ്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. തിയറി ഓഫ് 3 ബേസിക് ഡൈമെൻഷൻ, അടിസ്ഥാന ത്രിമാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ഐസങ്ക്. വ്യക്തിത്വത്തിൻ്റെ വികസനം വ്യവഹാര രൂപവൽക്കരണത്തിൻ്റെ 4 ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ഐസങ്കാണ്. വ്യക്തിത്വത്തിൻ്റെ വികസന വ്യവഹാര രൂപവൽക്കരണത്തിൻ്റെ 4 ക്രമീകൃത ഘട്ടങ്ങളിലായാണ് നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ഐസങ്കാണ്. ഐസങ്ങിൻ്റെ അഭിപ്രായത്തിലെ 4 ക്രമീകൃത ഘട്ടങ്ങൾ സ്പെസിഫിക് റെസ്പോൺസ് ലെവല്, ഹാബിച്വൽ റെസ്പോൺസ് ലെവല്, ട്രൈറ്റ് ലെവല്, ടൈപ്പ് ലെവൽ എന്നിവയാണ്. ഐസങ്ങിൻ്റെ അഭിപ്രായത്തിൽ 4 ക്രമീകൃത ഘട്ടങ്ങൾ ഉണ്ട്. ഒന്ന് സ്പെസിഫിക് റെസ്പോൺസ് ലെവല്, അടുത്തത് ഹാബിച്വൽ റെസ്പോൺസ് ലെവല്, പിന്നെയുള്ളത് ട്രൈറ്റ് ലെവല്, പിന്നെയുള്ളത് ടൈപ്പ് ലെവലാണ്. അടുത്ത മാനവികതാ സമീപനമുണ്ട്. മാനവികതാ സമീപനം ദ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. മാനവികതാ സമീപനം ദ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നു അല്ലേ. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മാനവികതാ സമീപനം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മാനവികതാ സമീപനം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് എന്നിവരാണ്. കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ എന്നിവരാണ് വ്യക്തിത്വത്തെക്കുറിച്ചുള്ള മാനവികതാ സമീപനം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞന്മാർ. എബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ് എന്നിവരാണ്. ഓരോ വ്യക്തിയിലും സ്വയം പ്രവർത്തനക്ഷമതയും സർഗപരതയും വ്യക്തിവികസനവും പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്കാരം കൈവരിക്കാനുള്ള ശേഷി വ്യക്തമാക്കുന്നതാണ് മാനവിക സമീപനം. ഓരോ വ്യക്തിയിലും സ്വയം പ്രവർത്തനക്ഷമതയും സർഗപരതയും വ്യക്തി വികസനവും പ്രയോജനപ്പെടുത്തി ആത്മസാക്ഷാത്കാരം കൈവരിക്കാനുള്ള ശേഷി വ്യക്തമാക്കുന്നതാണ് മാനവിക സമീപനം എന്ന് പറയുന്നത്. ഇനി കാൾ റോജേഴ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ. കാൾ റോജേഴ്സ് ഇത് പറഞ്ഞ ആളാരാണ്? കാൾ റോജേഴ്സാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? സ്വയം അറിയുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഓരോ മനുഷ്യനും ജന്മസിദ്ധമായി ത്വരയുണ്ടെന്നും അതിനെ വളർത്തി ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിലാഷത്തെ പുഷ്ടിപ്പെടുത്തണമെന്നുള്ള കാഴ്ചപ്പാടിനെ പ്രാധാന്യം നൽകിയിരിക്കുന്നതുമായിട്ടുള്ള അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. കാൾ റോജേഴ്സ് ഇപ്പോൾ സ്വയം അറിയുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഓരോ മനുഷ്യനും ജന്മസിദ്ധമായി ത്വരയുണ്ടെന്നും അതിനെ വളർത്തി ആത്മസാക്ഷാത്കാരം നേടാനുള്ള അദമ്യമായ അഭിലാഷത്തെ പുഷ്ടിപ്പെടുത്തണമെന്നുള്ള കാഴ്ചപ്പാടിന് പ്രാധാന്യം നൽകിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവ് അഥവാ വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിൻ്റെ സമീപനം അറിയപ്പെടുന്നത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്നാണ്. വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അഥവാ പേഴ്സൺ സെൻറ്റേർഡ് തിയറി എന്നാണ് പറയുന്നത്. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ കാൾ റോജേഴ്സിൻ്റെ സമീപനം അറിയപ്പെടുന്നത് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം അഥവാ പേഴ്സൺ സെൻറ്റേർഡ് തിയറി എന്നാണ്. ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് കാൾ റോജേഴ്സാണ്. ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത് കാൾ റോജേഴ്സാണ്. കാൾ റോജേഴ്സിൻ്റെ പുസ്തകങ്ങളുണ്ട്. കാൾ റോജേഴ്സിൻ്റെ പുസ്തകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരെണ്ണം ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. അടുത്തത് ഓൺ ബിക്കമിങ് എ പേഴ്സൺ. മൂന്നാമത്തേത് എ വേ ഓഫ് ബീയിങ്. നാലാമത്തേത് ഇറ്റ്സ് ആൻ ഓഫുൾ റിസ്കി തിങ് ടു ലീവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ക്ലയൻറ്റ് സെൻറ്റേർഡ് തിയറി, ഓൺ ബിക്കമിങ് എ പേഴ്സൺ, എ വേ ഓഫ് ബീയിങ്, ഇറ്റ്സ് ആൻ ഓഫുൾ റിസ്കി തിങ് ടു ലീവ് എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് കാൾ റോജേഴ്സിൻ്റെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യത്വവും നന്മയും നിറഞ്ഞ ആളായാണ് ഓരോ വ്യക്തിയെയും കാൾ റോജേഴ്സ് പരിഗണിക്കുന്നത്.
ആത്മബോധം അഹം എന്ന ഒരു സങ്കല്പമുണ്ട്. അത് സെൽഫ് കോൺസെപ്റ്റാണ്. ആത്മബോധം അഥവാ അഹം എന്ന ഒരു സങ്കല്പമുണ്ട്. അത് സെൽഫ് കോൺസെപ്റ്റാണ്. രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചികിത്സയുണ്ട്. അപ്പോൾ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ആത്മാവബോധ സിദ്ധാന്തത്തിന് രൂപം നൽകിയതാണ് കോൾ റോജേഴ്സ് എന്ന് പറയുന്നത്. രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ആത്മാവബോധ സിദ്ധാന്തത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് കോൾ റോജേഴ്സ്. ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റേതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിൻ്റെ ആകെത്തുകയാണ് അയാളുടെ ആത്മബോധം അഥവാ അഹം എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റേതായ വ്യവഹാര രീതികളെക്കുറിച്ചുമുള്ള വിശ്വാസത്തിൻ്റെ ആകെത്തുകയാണ് അയാളുടെ ആത്മബോധം അഥവാ അഹം എന്ന് പറയുന്നത്. തൻ്റെ ചുറ്റുപാടുകളിലൂടെയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലൂടെയുമാണ് ഒരാളുടെ ആത്മബോധം രൂപപ്പെടുന്നത്. തൻ്റെ ചുറ്റുപാടുകളിലൂടെയും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലൂടെയുമാണ് ഒരാളുടെ ആത്മബോധം രൂപപ്പെടുന്നത്. ഗുണപരമായ ആത്മബോധമുള്ള ഒരു വ്യക്തി അഥവാ പോസിറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുണപരമായ ആത്മബോധമുള്ള വ്യക്തി സന്തോഷം അനുഭവിക്കുകയും ലോകത്തെ സുരക്ഷിതവും ഗുണപരവുമായതുമായി നോക്കിക്കാണുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണപരമായ ആത്മബോധമുള്ള വ്യക്തി സന്തോഷം അനുഭവിക്കുകയും ലോകത്തെ സുരക്ഷിതവും ഗുണപരവുമായതുമായി നോക്കിക്കാണുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള വ്യക്തിയുണ്ട്. ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള വ്യക്തി എന്താ ചെയ്യുന്നത്? നെഗറ്റീവ് സെൽഫ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള വ്യക്തി എന്ത് ചെയ്യുന്നു? സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഇല്ലാത്തവനും ലോകത്തെ വിപരീത മനോഭാവത്തോടെ കാണുന്നവനുമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള നെഗറ്റീവ് സെൽഫ് ഉള്ള വ്യക്തി, അത് ഗുണപരമല്ലാത്ത ആത്മബോധമുള്ള ഒരു വ്യക്തി, അദ്ദേഹം സന്തോഷവും സുരക്ഷിതത്വ ബോധവും ഇല്ലാത്തവനും ലോകത്തെ വിപരീത മനോഭാവത്തോടുകൂടി കാണുന്നവനുമായിരിക്കുമെന്നാണ് പറയുന്നത്. അടുത്തത് ആദർശാത്മക അഹം അഥവാ ഐഡിയൽ സെൽഫ് എന്ന് പറയും. ആദർശാത്മക അഹം അഥവാ ഐഡിയൽ സെൽഫ്. അപ്പോൾ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഇതിനെ. ആദർശാത്മക അഹമുണ്ട്, യാഥാർത്ഥ്യാധിഷ്ഠിത അഹവുമുണ്ട്. അപ്പോൾ കോൾ റോജേഴ്സ് അഹത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ കോൾ റോജേഴ്സ് അഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ആദർശാത്മക അഹം എന്ന് പറയുന്ന ഐഡിയൽ സെൽഫ്, മറ്റൊന്ന് യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയുന്ന റിയൽ സെൽഫ് ഉണ്ട്. അപ്പോൾ കോൾ റോജേഴ്സ് അഹത്തെ രണ്ടായി തരംതിരിക്കുന്നു. ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയും. അപ്പോൾ ആ കോൾ റോജേഴ്സ് അഹത്തെ എന്താണ്? രണ്ടായി തിരിക്കുന്നു. ഒന്ന് ആദർശാത്മക അഹം, ആദർശാത്മക അഹം ഐഡിയൽ സെൽഫ്, രണ്ടാമത്തേത് യാഥാർത്ഥ്യാധിഷ്ഠിത അഹം റിയൽ സെൽഫ്. അപ്പോൾ കോൾ റോജേഴ്സ് അഹത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ആദർശാത്മക അഹമെന്നും അടുത്തത് യാഥാർത്ഥ്യാധിഷ്ഠിത അഹമെന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ താൻ ആരായി തീരാനാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് അയാളുടെ ആദർശാത്മക അഹം എന്നാണ് പറയുന്നത്. അപ്പോൾ താൻ ആരായി തീരുവാനാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണ് അയാളുടെ ആദർശാത്മക അഹം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് അയാളുടെ യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അത് അയാളുടെ യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഹത്തിൻ്റെ ഈ രണ്ട് തലങ്ങളും എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം സന്തുലിതമായിരിക്കും അയാളുടെ വ്യക്തിത്വം എന്നും പറയപ്പെടുന്നുണ്ട്. അഹത്തിൻ്റെ ഈ രണ്ട് തലങ്ങളും എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അത്രത്തോളം സന്തുലിതമായിരിക്കും അയാളുടെ വ്യക്തിത്വമെന്നും ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഇവ തമ്മിലുള്ള അന്തരം കൂടുന്നതാണ് അപസമായോജനത്തിനും വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഇവ തമ്മിലുള്ള അന്തരം കൂടുന്നതാണ് അപസമായോജനത്തിനും വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുൻപ് പരിചയപ്പെട്ട ആത്മാതരം, ആത്മാഭിമാനം തുടങ്ങിയ ആശയങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്ന സമീപനമാണ് കോൾ റോജേഴ്സിൻ്റെ സമീപനം. അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് സിദ്ധാന്തിച്ചതാണ് കോൾ റോജേഴ്സ്. അഹവും ആദർശാത്മക അഹവുമുണ്ട് അല്ലേ? അഹവും ആദർശാത്മക അഹവുമുണ്ട്, ഐഡിയൽ സെൽഫുണ്ട്. അപ്പം അഹവും ഐഡിയൽ സെൽഫും അഹവും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിലെ വൈകല്യങ്ങൾക്ക് കാരണമെന്ന് സിദ്ധാന്തിച്ച വ്യക്തിയാണ് കോൾ റോജേഴ്സ്. അപ്പം നിരുപാധിക പരിഗണന, സ്നേഹം, അതായത് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അഥവാ ലവ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ നിരുപാധിക പരിഗണന, സ്നേഹം എന്ന് പറയുന്നതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് അഥവാ ലവ് എന്ന് നമ്മളതിനെ പറയും. അപ്പോൾ നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിരുപാധികമായ പരിഗണനയും തുറന്ന സ്നേഹവും വ്യക്തികൾക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരം നേടുന്നതിനും സഹായകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉപാധികളോടുള്ള സ്നേഹവും പരിഗണനയും തെറ്റായ ആദർശാത്മക അഹം രൂപപ്പെടുന്നതിനും യാഥാർത്ഥ്യാത്മ പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നതിനും അതുവഴി വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. ഉപാധികളോടെയുള്ള സ്നേഹം പരിഗണനയും തെറ്റായ ആദർശാത്മക അഹം രൂപപ്പെടുന്നതിനും യാഥാർത്ഥ്യാത്മ പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നതിനും അതുവഴി വ്യക്തിത്വ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാറുണ്ട്. ഇനി പൂർണ്ണ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? പൂർണ്ണ വ്യക്തിത്വം, ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദ കംപ്ലീറ്റ് പേഴ്സണാലിറ്റി, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി.
സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരന്തരം പ്രവർത്തന നിരതനായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഇപ്പോൾ സഹജമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി നിരന്തരം പ്രവർത്തന നിരതനായ ഒരു വ്യക്തിയെ പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമകളായവരുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, പൂർണ്ണ വ്യക്തിത്വത്തിന് ഉടമകളായവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുന്നു. അല്ലെ, അനുഭവങ്ങളെ തുറന്ന മനസ്സോടെ ഉൾക്കൊള്ളുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായോഗിക സമീപനത്തോടെ നേരിടുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും പ്രായോഗിക സമീപനത്തോടെ നേരിടുന്നു. സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പെരുമാറുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്നു. അല്ലെ, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നത് ഔചിത്യപൂർവ്വം ഉപയോഗിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള സർഗാത്മകത പ്രകടിപ്പിക്കുന്നു. ആക്രമണോത്സുകമായി പെരുമാറാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ പോലും തൻ്റെ സഹജമായ നന്മ പ്രകടിപ്പിക്കുന്നു. അടുത്തത് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് ഉദ്ഗ്രഥിത വ്യക്തിത്വം. അതായത് പരിസ്ഥിതിയുമായി പൂർണ്ണമായും സമായോജന സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് ഇത്. ഇപ്പോൾ പരിസ്ഥിതിയുമായി പൂർണ്ണമായും സമായോജന സ്ഥാപിക്കുന്ന വ്യക്തിത്വമാണ് ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ, ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തൻ്റെ കഴിവിന് അനുസരിച്ചായിരിക്കുമെന്നാണ് പറയുന്നത്. ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തൻ്റെ കഴിവിനനുസരിച്ചായിരിക്കും. അവർക്ക് തൻ്റെ കഴിവും കഴിവുകേടുകളും എല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഉദ്ഗ്രഥിത വ്യക്തിത്വമുള്ളവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം തൻ്റെ കഴിവിനനുസരിച്ചായിരിക്കുമെന്നും അവർക്ക് തൻ്റെ കഴിവും കഴിവുകേടുകളും എല്ലാം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്നുമാണ് കണക്കാക്കപ്പെടുന്നത്. ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്ന വഴികളുണ്ട്. ഉദ്ഗ്രഥിത വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന വഴികൾ എന്താണ്? കുട്ടികളിൽ സ്വയം ബഹുമാനം, സെൽഫ് റെസ്പെക്റ്റ് വളർത്തുക. അല്ലെ, അനുകൂല മനോഭാവം, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വരിക, വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക. അല്ലെ, കുട്ടികളിൽ സ്വയം ബഹുമാനം, അനുകൂല മനോഭാവം, വിശ്വാസ്യത എന്നിവ ഉണ്ടാക്കുക. വിദ്യാലയത്തിലെയും വീട്ടിലെയും ജീവിതം നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യുക. നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികളിൽ ഉണ്ടാകാനായിട്ട് പ്രചോദിപ്പിക്കുക. നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. അല്ലെ, നല്ല ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും കുട്ടികളിൽ ഉണ്ടാക്കാൻ പ്രചോദിപ്പിക്കുക. നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക. വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം കൊണ്ടുവരിക. അല്ലെ, വിഷയങ്ങൾ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഉദ്ഗ്രഥിത സമീപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കിനി എബ്രഹാം മാസ്ലോയെക്കുറിച്ച് നോക്കാം. എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തമുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്നാണ് ഇതറിയപ്പെടുന്നത്. എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എബ്രഹാം മാസ്ലോ ഏത് മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. എബ്രഹാം മാസ്ലോ മാനവികതാവാദം എന്ന മനഃശാസ്ത്ര ചിന്താധാരയുടെ വക്താവാണ്. ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? എബ്രഹാം മാസ്ലോയാണ്. മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചത് ആരാണ്? എബ്രഹാം മാസ്ലോയാണ്. അല്ലെ, മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചത് എബ്രഹാം മാസ്ലോയാണ്. മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമുണ്ട്. അല്ലെ, എബ്രഹാം മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നാണ് പറയുന്നത്. അല്ലെ, മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി അഥവാ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. മനുഷ്യൻ്റെ ആവശ്യങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത 3 തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ അടുത്ത 3 തലത്തിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നു. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശാരീരിക ആവശ്യങ്ങൾ, അതായത് ഫിസിയോളജിക്കൽ നീഡ്സ്, ഏറ്റവും അടിസ്ഥാനപരമായ ശാരീരിക ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അത് ശ്രേണിയുടെ അടിയിലായി നൽകിയിട്ടുള്ളപ്പോൾ ആത്മസാക്ഷാത്കാരം എന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്, അത് ഏറ്റവും ഉയർന്ന തലത്തിലാണ് നൽകിയിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഏറ്റവും ഉയർന്ന തലമാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വത്വാവിഷ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മയാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയുന്നത്.
ഈ സമായോജനം എന്ന് പറയുന്നതിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ, മറ്റൊന്ന് സുരക്ഷിതത്വം സേഫ്റ്റി, മൂന്നാമത്തത് സ്നേഹസംബന്ധമായ അഥവാ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് എന്നാണ് പറയുന്നത്. പിന്നെ ആദരമുണ്ട്, സെൽഫ് എസ്റ്റീമുണ്ട്, ആത്മയാഥാർത്ഥ്യവൽക്കരണമുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷനും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആത്മയാഥാർത്ഥ്യവൽക്കരണം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നതാണ് കേട്ടോ. സെൽഫ് ആക്ച്വലൈസേഷനാണ് ആത്മയാഥാർത്ഥ്യവൽക്കരണം. മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശിക്കാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് എന്താണ്? ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉപയോഗപ്പെടുത്തി അളക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മാസ്ലോയുടെ ആത്മസാക്ഷാത്കാര സിദ്ധാന്തം വിമർശിക്കപ്പെടാനായിട്ടുള്ള കാരണം. ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താഗതികളെയും അടിസ്ഥാനമാക്കിയുള്ളവയായതിനാൽ സാർവദേശീയ പരിഗണന നൽകാനായിട്ട് കഴിയില്ല എന്നും വാദിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഘടകങ്ങൾ പാശ്ചാത്യ സംസ്കാരത്തെയും ചിന്താഗതികളെയും അടിസ്ഥാനമാക്കിയുള്ളവയായതിനാൽ സാർവദേശീയ പരിഗണന നൽകാനായിട്ട് കഴിയില്ല എന്നും വാദിക്കപ്പെടുന്നുണ്ട്. താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്ന വാദവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ താഴ്ന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഉയർന്ന തലത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്ന വാദവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ചേഷ്ടാവാദത്തിനായിരുന്നു. ഇപ്പോൾ മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരകളിൽ ഒന്നാം സ്ഥാനം ചേഷ്ടാവാദത്തിന് ആയിരുന്നു. മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തതിന് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യനെ മൃഗതുല്യം കണക്കാക്കുന്നത് കൊണ്ടാണ് മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർക്കാൻ കാരണം. ഉത്തരമാനവികതാ കാഴ്ചപ്പാടുകളുണ്ട്. അതായത് പോസ്റ്റ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ് അഥവാ ഉത്തരമാനവികതാ കാഴ്ചപ്പാടുകൾ പരിണാമവാദം, പാരമ്പര്യവാദം, ന്യൂജനിക് തുടങ്ങിയവ വികസിച്ചതോടുകൂടി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ 3 ശാസ്ത്രകാരന്മാർ അഥവാ ജൂലിയൻ ഹക്സ്ലി, ജെ.ഡി. ബെർണർ, ഇ.എക്സ്. ഹാൽഡെയ്ൻ എന്നിവർ ഇവ സംബന്ധിച്ച് വ്യക്തമായ അല്ലെങ്കിൽ വിശദമായ ഒരു പഠനം നടത്തുകയുണ്ടായി. ഇത് പരിണാമവാദം, പാരമ്പര്യവാദം, ന്യൂജനിക് തുടങ്ങിയവ വികസിച്ചതോടുകൂടി 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ 3 ശാസ്ത്രകാരന്മാർ ജൂലിയൻ ഹക്സ്ലി, ജെ.ഡി. ബെർണർ, ഇ.എക്സ്. ഹാൽഡെയ്ൻ എന്നിവർ ഇവ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുകയുണ്ടായി. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ജൂലിയൻ ഹക്സ്ലിയാണ് അല്ലേ. ട്രാൻസ് ഹ്യൂമനിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ജൂലിയൻ ഹക്സ്ലിയാണ്. അപ്പോൾ സ്വാഭാവികവും ജൈവികവുമായ പരിണാമത്തിനപ്പുറം മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോസ്റ്റ് ഹ്യൂമനിസം പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികവും ജൈവികവുമായ പരിണാമത്തിനപ്പുറം മനുഷ്യനും കമ്പ്യൂട്ടറും ചേർന്നുകൊണ്ടുള്ള പുതിയ മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് പോസ്റ്റ് ഹ്യൂമനിസം പങ്കുവയ്ക്കുന്നത്. അതാണ്. ആത്മാധാരം സെൽഫ് എസ്റ്റീമുണ്ട്. ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് നമ്മൾ ആത്മാധാരമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പിനെയാണ് നമ്മൾ ആത്മാധാരം അഥവാ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ആത്മാദരത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ടൂൾസ് എന്നാണ് പറയുന്നത്. ആത്മാദരത്തിൻ്റെ തോത് നിർണ്ണയിക്കുന്ന ഉപാധികൾക്ക് വിശേഷിപ്പിക്കുന്നതാണ് ടൂൾസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലുണ്ട്. റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ അഥവാ റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ എന്ന് ഒരു സ്കെയിലുണ്ട്. അത് ഈ പറയുന്ന വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിൽ രൂപപ്പെടുത്തിയിട്ട് സ്വയം മതിപ്പെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അതേപോലെ ആത്മാദരത്തിൻ്റെ തോതൊക്കെ നിർണ്ണയിക്കുന്ന ഉപാധികളെ നമ്മൾ ടൂൾസ് എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള ടൂൾസുകളാണ് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ എന്ന് പറയുന്നത്. റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ. പിന്നെ മറ്റൊരു സ്കെയിലുണ്ട്, അത് സെൽഫ് എസ്റ്റീം ഇൻവെൻ്ററി അഥവാ സെൽഫ് എസ്റ്റീം ഇൻവെൻ്ററി എന്നറിയപ്പെടുന്നതാണ്. നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ ആത്മാദരത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഉപാധി എന്ന് ചോദിച്ചാൽ അത് റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിൽ എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ആത്മാദരത്തിൻ്റെ തോത് കണ്ടെത്തുന്നതിനുള്ള ഉപാധിയായിട്ടാണ് നമ്മൾ റോസൻബർഗ് സെൽഫ് എസ്റ്റീം സ്കെയിലിനെ കണക്കാക്കുന്നത് അല്ലേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുണ്ട്. അതിൻ്റെ ശ്രേണിയിൽ മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ചുണ്ട് അല്ലേ. മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ചുണ്ട്. ഈ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിനൊരു ഉപജ്ഞാതാവുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇദ്ദേഹം ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്.
മനോവിശ്ലേഷണ സിദ്ധാന്തം പ്രധാന ആശയങ്ങളും പ്രത്യേകതകളും എന്തെല്ലാം നമുക്ക് നോക്കാം കേട്ടോ. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങളും പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കാം. അല്ലേ, മനസ്സിൻ്റെ പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ളൊരു അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. അല്ലേ, മനസ്സിൻ്റെ പ്രത്യേകിച്ച് അബോധ മനസ്സിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. അല്ലെ, മനോവിഭ്രാന്തികളെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ആവിർഭവിച്ച സമീപനമാണ് ഈ പറയുന്ന മനോവിശ്ലേഷണ സമീപനം അല്ലെങ്കിൽ മനോവിശേഷണ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലൈംഗികമായ അബോധ ചേഷ്ടകളും ലൈംഗികമായ അബോധ സംഘർഷങ്ങളും അക്രമകത്വവും മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ വലിയ അളവിൽ സ്വാധീനിക്കുന്നതായിട്ട് ഇത് സിദ്ധാന്തിക്കുന്നുണ്ട്. അതേപോലെ മനസ്സിൽ സംഭവിക്കപ്പെട്ടിരിക്കുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ സംഭരിക്കപ്പെടുന്ന ബാല്യകാല അനുഭവങ്ങളും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾക്കാരുണ്ടല്ലോ. മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാരൊക്കെയാണ്? ഒന്ന് കാൾ ജങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, മറ്റൊന്ന് ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, മറ്റൊന്ന് വില്യം റീച്ച് ആണ്. അപ്പോൾ കാൾ ജങ്, ആൽഫ്രഡ് ആഡ്ലർ, വില്യം റീച്ച് ഇവരാണ് മനോവിശ്ലേഷണ സമീപനത്തിൽ ഫ്രോയിഡിനെ കൂടാതെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരെന്ന് പറയുന്നത്. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ 3 ഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ പൊതുവെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. എന്തിനൊക്കെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊതുവെ 3 ഭാഗങ്ങളായിട്ടാണ് വേർതിരിക്കുന്നത്. ഒന്ന്, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. അല്ലെ, വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തമാണ് ഒന്നാമത്തേത്. മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങൾ. അല്ല, മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങളാണ് വ്യക്തിത്വത്തിൻ്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം. മനസ്സിൻ്റെ 3 തലങ്ങൾ സംബന്ധിച്ച ആശയങ്ങൾ അഥവാ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയും. അല്ല, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്. രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം. രണ്ടാമത്തേത് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ്. അതാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നത്. തിയറി ഓഫ് വ്യക്തിത്വ ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്ന് പറയുന്നു. മൂന്നാമത്തേത് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നാണ് പറയുന്നത്. മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. തിയറി ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്ന് പറയുന്നു. മൂന്നാമത്തേത് മനസ്സിൻ്റെ 3 തലങ്ങളാണ്. അല്ലെ, മനസ്സിൻ്റെ 3 തലങ്ങൾ പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നു. പേഴ്സണാലിറ്റി ഡൈനാമിക്സ് മനസ്സിൻ്റെ 3 തലങ്ങളാണ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒന്ന്, മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് 3 തലങ്ങളിലായിട്ടാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിനെ സിഗ്മണ്ട് ഫ്രോയിഡ് എത്ര തലങ്ങളിലായാണ് തിരിച്ചിരിക്കുന്നത്? ഒന്ന്, ബോധ മനസ്സ് എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡാണ് ഒന്നാമത്തേത്. അടുത്തത് ഉബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡാണ് രണ്ടാമത്തേത്. നെക്സ്റ്റ് അബോധ മനസ്സാണ് അഥവാ അൺകോൺഷ്യസ് മൈൻഡാണ് മൂന്നാമത്തേത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്നിങ്ങനെ 3 തരത്തിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ തരംതിരിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബോധ മനസ്സിനെ കുറിച്ച് നോക്കാം. ബോധമനസ് എന്താണ്? ബോധമനസ് ഇപ്പോൾ സാധാരണ നിലയിലുള്ള ഒരു മനസ്സാണ് ബോധമനസ്. അപ്പോൾ സാധാരണ നിലയിലുള്ള ഒരു മനസ്സാണ് ബോധമനസ്. പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രായോഗിക തലത്തിൽ നാം നിത്യേന ഉപയോഗിക്കുന്ന ഓർമ്മകൾ അടങ്ങിയിരിക്കുന്നതാണ് ബോധമനസ്സെന്ന് പറയുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കം. അല്ലെ, നമുക്ക് പ്രത്യക്ഷത്തിൽ അറിവുള്ളതും ഓർക്കാൻ കഴിയുന്നതുമായിട്ടുള്ള അനുഭവങ്ങളാണ് ബോധമനസ്സിൻ്റെ ഉള്ളടക്കമായിട്ടുള്ളത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയിലെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സെന്ന് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഉപരിതലത്തിൽ ലഭ്യമായ ഓർമ്മകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന മനസ്സിൻ്റെ തലമാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉപബോധ മനസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെ, അടുത്ത ഉപബോധ മനസ്സാണ് നമ്മൾ നോക്കുന്നത്. ഉപബോധ മനസ്സ് ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. ഒരു വ്യക്തിക്ക് ബോധതലത്തിൽ വേഗം കൊണ്ടുവരാവുന്നതും എന്നാൽ പൂർണ്ണമായ ബോധം ഇല്ലാത്തതുമായ മനസ്സാണ് ഉപബോധ മനസ്സ്. ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലം അതാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ബോധമനസ്സിനും അബോധ മനസ്സിനും ഇടയ്ക്കുള്ള തലമാണ് ഉപബോധ മനസ്സ്. പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് അബോധതലത്തിലെ അന്തർലീനമായ അനുഭവങ്ങൾ പ്രതീകവൽകൃതമായി ഉപബോധത്തിലേക്ക് ഊർന്ന് കടക്കുമ്പോഴാണെന്നാണ് അനുമാനിക്കാറുള്ളത്. അതായത് പലപ്പോഴും സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? അബോധതലത്തിലെ അന്തർലീനമായിട്ടുള്ള അനുഭവങ്ങൾ
പ്രതീകവൽകൃതമായിട്ട് ഉപബോധത്തിലേക്ക് ഊർന്നു കടക്കുമ്പോഴാണെന്നാണ് പൊതുവെ അനുമാനിക്കാറുള്ളത്. ഇനി നമുക്ക് അബോധ മനസ്സ് എന്താണ് എന്ന് നോക്കാം. അല്ലേ, അബോധ മനസ്സ് എന്താണ്? ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അബോധതലമെന്നാണ് പറയുന്നത്. അല്ലേ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് അബോധതലം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് അബോധതലമാണ്. മനുഷ്യൻ്റെ വ്യവഹാരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് ഏതാണ്? അബോധതലമാണ്. വ്യക്തിയുടെ വ്യവഹാരശൈലിയും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. അപ്പോൾ വ്യക്തിയുടെ വ്യവഹാരശൈലിയിലും അതുവഴി വ്യക്തിത്വവും നിർണ്ണയിക്കുന്നത് അബോധ മനസ്സിൽ ഒളിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ്. മനസ്സിൻ്റെ ഈ തലങ്ങൾക്ക് ഒരു കുഞ്ഞുമലയുമായി സാദൃശ്യമുള്ളതായിട്ട് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. അല്ലെ, മനസ്സിൻ്റെ ഈ തലങ്ങൾക്ക് ഒരു മഞ്ഞുമലയുമായിട്ട് സാദൃശ്യമുള്ളതായിട്ട് ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. കടലിൽ ഒഴുകി നടക്കുന്ന മഞ്ഞുമലയുടെ കൂടുതൽ ഭാഗവും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. ഒരു ചെറിയ ഭാഗം മാത്രമേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ ഏറ്റവും വലിയ തലമായ അബോധ മനസ്സ് നമ്മുടെ ബോധാവസ്ഥയിൽ നിന്നെല്ലാം വിഭിന്നമായി ആരും കാണാതെ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശദീകരിച്ചത് മനസ്സിൻ്റെ ആഴക്കലങ്ങളിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തിനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് അബോധ മനസ്സെന്ന് വിശദീകരിച്ചിരിക്കുന്നത് മനസ്സിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന തലത്തിനെയാണ്. ഇനി ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായിട്ട് കണക്കാക്കുന്നത് അബോധ മനസ്സാണ് കേട്ടോ. ജന്മസിദ്ധമായ വാസനകളുടെ സംഭരണിയായിട്ട് കണക്കാക്കുന്നത് അബോധ മനസ്സാണ്. മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായിട്ടുള്ള തലം അതാണ് അബോധ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പൂർണ്ണമായതും ആഴത്തിലുള്ളതുമായിട്ടുള്ള തലമാണ് അബോധ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ അബോധതലത്തിലെ ശേഖരങ്ങളുണ്ട്. അല്ല, മനസ്സിൻ്റെ അബോധതലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ എന്നിവ. മനസ്സിൻ്റെ അബോധതലത്തിലെ ശേഖരങ്ങളാണ് മറഞ്ഞിരിക്കുന്ന ഓർമ്മകൾ, ആഗ്രഹങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ എന്നിവ. നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായിട്ട് നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം എന്നത് ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തുവരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. നമ്മുടെ വ്യക്തിത്വത്തെ പ്രധാനമായി നിയന്ത്രിക്കുന്ന അബോധ മനസ്സിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ പുറത്തുവരുമെന്ന് ഫ്രോയിഡ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് ഫ്രോയിഡ് സ്വപ്നാഗ്രഥനം എന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ മാനസിക പ്രശ്നങ്ങളുള്ളവരെ ചികിത്സിക്കുന്നതിന് സിഗ്മണ്ട് ഫ്രോയിഡ് പ്രയോജനപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഡ്രീം അനാലിസിസ് അഥവാ സ്വപ്ന അപഗ്രഥനം എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. പറയാൻ ആഗ്രഹിച്ചതല്ലാത്തതും ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്നതും, അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഫ്രോയിഡ് വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ പറയാൻ ആഗ്രഹിച്ചതല്ലാത്ത ചില കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന രീതിയുണ്ട്. അതായത് തെറ്റുകൾ പോലും പലപ്പോഴും ആ വ്യക്തിയുടെ യഥാർത്ഥ മനോവികാരങ്ങളെ ആയിരിക്കും പ്രതിഫലിപ്പിക്കുന്നതെന്നും ഫ്രോയിഡ് അനുമാനിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ്. വ്യക്തിയിലെ മനോഘടനയെ നമുക്ക് മൂന്നായിട്ടാണ് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. വ്യക്തിയിലെ മനോഘടനയെ മൂന്നായിട്ടാണ് തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നമുക്കൊന്ന് നോക്കാം. അല്ലേ, വ്യക്തിയിലെ മനോഘടനയെ മൂന്നായിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാണ് ഇദ് എന്ന് പറയുന്നത്. ഇദ്. അടുത്തത് ഈഗോ. ഈഗോ എന്ന് വെച്ചാൽ അഹമാണ്. ഇദ്, ഈഗോ. മൂന്നാമത്തേത് സൂപ്പർ ഈഗോ അഥവാ അത്യഹം എന്ന് പറയുന്നു. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇദ് അഥവാ അഹം, ഈഗോ, അല്ലേ, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇദ് ഉണ്ട്, അഹം ഉണ്ട് അഥവാ ഈഗോയുണ്ട്, അത്യഹം അഥവാ സൂപ്പർ ഈഗോയുമുണ്ട്. ഇത് മൂന്നും കൂടി ചേരുന്നു, അല്ലെങ്കിൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഘടന എന്ന് പറയുന്ന രൂപം കൊള്ളുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വ്യക്തിത്വ ഘടന രൂപം കൊള്ളുന്നത്. ഈ ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ മൂന്ന് പ്രധാന ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴാണ്. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയാണ് ഇദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലേ, മനുഷ്യ മനസ്സിലെ പ്രാകൃതമായ വികാര ശക്തിയെ ആണ് ഇദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജന്മവാസനകളുടെ നിക്ഷേപമായി കണക്കാക്കാവുന്ന എന്താണ്? ജന്മവാസനകളുടെ നിക്ഷേപമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന, അല്ലേ, അത് ഇതാണ്. പ്രാകൃത വിചാരങ്ങളുടെ ഉറവിടമായ വ്യക്തിത്വ ഘടകമെന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്. പ്രാകൃത വിചാരങ്ങളുടെ ഉറവിടമായ വ്യക്തിത്വ ഘടകമെന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇപ്പോൾ സാൻമാർഗിക ബോധം, അല്ലേ, സാൻമാർഗിക ബോധമുണ്ട്, ധാർമ്മിക ബോധവുമുണ്ട്, അല്ലേ. സാൻമാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസന്മാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്തില്ല? സാൻമാർഗിക ബോധം ഇല്ലാത്തതാണ് ഇത്. സാൻമാർഗിക ബോധം ഇല്ലാത്തതിനാൽ എല്ലാ അസന്മാർഗിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു? ഇത് പ്രവർത്തിക്കുന്നു. ജനനം മുതൽ തന്നെ ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ജനനം മുതൽ തന്നെ
ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന വ്യക്തിത്വ ഘടകമാണ് ഇത്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടവും ഇത് തന്നെയാണ്. വ്യക്തികളിൽ കാണപ്പെടുന്ന ശാരീരിക ആവശ്യങ്ങൾ, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ലൈംഗിക വികാരങ്ങൾ എന്നിവയുടെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ഇതാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള ത്വരയുണ്ടാകുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഉദാഹരണം, വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാൻ അക്ഷമ കാണിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനമാണ്. അതായത് ക്ഷമ എന്ന് പറയുന്നത് ഇല്ല. വിശക്കുന്ന സമയത്ത് ഭക്ഷണത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് കാണിക്കുന്ന അക്ഷമ പോലും ഇതിൻ്റെ പരിണിത പ്രവർത്തനമാണ്. സുഖത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറയും. ഇപ്പോൾ സുഖത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഇത്. ഇപ്പോൾ സുഖത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മനോഘടകമാണ് ഇത്. ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഏതാണ്? ഇത് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം പ്രദാനം ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ ഫ്രോയിഡ് ലിബിഡോ എന്ന് പറയും. ഇപ്പോൾ ഫ്രോയിഡ് ലിബിഡോ എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചത്, അതായത് ലൈംഗിക തൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പേരിട്ട് വിശേഷിപ്പിച്ചത് ഇതിനെയാണ്. അപ്പോൾ എന്തിനെയാണ് ഫ്രോയിഡ് ലിബിഡോ എന്ന് വിശേഷിപ്പിച്ചത്? ഇതിനെയാണ് ഫ്രോയിഡ് ലിബിഡോ എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചത്. ജീവിതത്തിൻ്റെ നിർണായക ചോദ്യമായ ലിബിഡോയുടെ രണ്ട് മുഖങ്ങളായിട്ട് ഫ്രോയിഡ് അവതരിപ്പിച്ചത് ഇറോസ് പിന്നെ താനറ്റോസ് എന്നിവയാണ്. അപ്പോൾ ഇറോസിനെയും താനറ്റോസിനെയുമാണ് ജീവിതത്തിൻ്റെ നിർണായക ചോദകമായ ലിബിഡോയുടെ രണ്ട് മുഖങ്ങളായിട്ട് ഫ്രോയിഡ് അവതരിപ്പിച്ചത്. ഇറോസ് എന്നത് ലൈംഗികതയെയും താനറ്റോസ് എന്നത് ആക്രമണ വാസനയെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ താനറ്റോസ് ആക്രമണ വാസനയാണെങ്കിൽ ഇറോസ് എന്ന് പറയുന്നത് ലൈംഗികതയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് എറോ ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് താനറ്റോസ് എന്ന് അഭിപ്രായപ്പെട്ടതും ഫ്രോയിഡ് തന്നെയാണ്. ഫ്രോയിഡിൻ്റെ മറ്റൊരു അഭിപ്രായമാണ് ലൈഫ് ഈസ് എ കോൺഫ്ലിക്റ്റ് ആൻഡ് കോംപ്രമൈസ് ബിറ്റ്വീൻ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് അഭിപ്രായപ്പെട്ടത് ഫ്രോയിഡാണ്. ഇനി നമുക്ക് അഹത്തെക്കുറിച്ച് നോക്കാം. അഹം എന്താണ്? അഹമെന്ന് പറഞ്ഞാൽ ഈഗോയാണ്. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഇതിനെ നിയന്ത്രിക്കുകയും അടക്കി നിർത്തുകയും ചെയ്യുന്ന വൈകാരിക ശക്തിയാണ് അഹം. ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യബോധ തത്വമനുസരിച്ചാണ്, അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി അനുസരിച്ചാണ് ഒരു വ്യക്തിയെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് പെരുമാറാൻ സഹായിക്കുന്ന അഹം പ്രവർത്തിക്കുന്നത്. ഇനി യാഥാർത്ഥ്യ തത്വമുണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഉണ്ട്. യാഥാർത്ഥ്യ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഉണ്ട്. ഇതിൻ്റെ ചോദനകളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്ന ഈഗോയും സാമൂഹ്യ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദനകളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോഴാണ് വ്യക്തിത്വം സന്തുലിതമാകുന്നത്. അപ്പോൾ വ്യക്തിത്വം സന്തുലിതമാകുന്നത് എപ്പോഴാണ്? ഇതിൻ്റെ ചോദനകളെ യാഥാർത്ഥ്യബോധത്തോടെ നിയന്ത്രിക്കുന്ന ഈഗോയും സാമൂഹ്യ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും അനുസരിച്ച് ചോദനകളെ നിയന്ത്രിക്കുന്ന സൂപ്പർ ഈഗോയും പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോഴാണ് വ്യക്തിത്വം സന്തുലിതമാകുന്നത്. ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് അഹമാണെന്നാണ് പറയുന്നത്, അല്ലേ? ഒരു നിയന്ത്രണ ഘടകമായി പ്രവർത്തിക്കുന്നത് അഹം ആണ്. ഇത് എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഇത് എന്തിനെയാണ് പരിഗണിക്കുന്നത്? ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈഗോയോ ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വസ്തുനിഷ്ഠമായ ശരികളെയും ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെ മാത്രം പരിഗണിക്കുമ്പോൾ ഈഗോ എന്ന് പറയുന്നത് ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും വസ്തുനിഷ്ഠമായ ശരികളെയും വേർതിരിച്ചറിയുന്ന ഒന്നാണ്. ഇനി നമുക്ക് അത്യഹത്തിലേക്ക് നമുക്ക് നോക്കാം, അല്ലെ? അത്യഹം എന്ന് വെച്ചാൽ സൂപ്പർ ഈഗോയാണ്. ആ സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വ്യക്തി സന്തുലനത്തോടെ സംരക്ഷിക്കുന്നത് ഈഗോയാണെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യക്തി സന്തുലനത്തോടെ അത്യഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാരാണ്? ഈഗോയാണ് സംരക്ഷിക്കുന്നത്, അല്ലെ? പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ഈഗോ എന്ന് പറയുന്നത്. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഈഗോ. ഈ കാരണമുണ്ടാകുന്ന ഈഗോ കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ, ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണെന്നാണ് പറയുന്നത്. ഈഗോയ്ക്ക് കേട്ടോ, ഇത് കാരണമുണ്ടാകുന്ന വൈകാരിക ത്വരയെ പ്രായോഗിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് ഈഗോയ്ക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഇനിയോ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും
വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഈഗോയെ ആണ്. അപ്പോൾ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സായും വ്യക്തിത്വത്തിൻ്റെ പാലകനായും കണക്കാക്കുന്നത് ഈഗോയെ ആണ്. ഇനി ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളുണ്ട് അല്ലേ. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇതിൻ്റെ ശക്തമായ പ്രാകൃത ചോദനകളും സൂപ്പർ ഈഗോയുടെ ശക്തമായ നിയന്ത്രണങ്ങളും തമ്മിൽ സന്തുലനം വരുത്തുന്നത് ഈഗോയാണ്. ഇതും ഈഗോയും താരതമ്യം ചെയ്താൽ ഇതിനെ കുതിരയോടാണ് അല്ലേ. ഇതും ഈഗോയും താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടുമാണ് ഉപമിക്കുന്നത്. അപ്പോൾ ഇതും ഈഗോയും താരതമ്യം ചെയ്യുമ്പോൾ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരയെ നിയന്ത്രിക്കുന്ന കുതിരക്കാരനോടുമാണ് ഉപമിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് സൂപ്പർ ഈഗോ എന്താണെന്ന് നോക്കാം അല്ലേ. സൂപ്പർ ഈഗോ എന്താണ്? സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ എന്താണ്? അത്യഹം അഥവാ സൂപ്പർ ഈഗോയാണ്. മനുഷ്യ മനസ്സിലെ ഈഗോയുടെ തന്നെ പരിണിത രൂപം അല്ലെ. മനുഷ്യ മനസ്സിലെ ഈഗോയുടെ പരിണിത രൂപം അതാണ് ഏതെന്ന് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് അതാണ്. സൂപ്പർ ഈഗോ എന്ന് വെച്ചാൽ അതാണ്. എന്താണ് സൂപ്പർ ഈഗോ? അതായത് മനുഷ്യ മനസ്സിലെ ഈഗോയുടെ പരിണിത രൂപമാണ് ഈ പറയുന്ന സൂപ്പർ ഈഗോ അല്ലെ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് ആര്? സൂപ്പർ ഈഗോ. അപ്പോൾ ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? സൂപ്പർ ഈഗോയാണ് ഇതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത്. പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള പെർഫെക്ഷൻ അഥവാ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം ആണ് സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. സാമൂഹിക നന്മയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് സൂപ്പർ ഈഗോ. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് സൂപ്പർ ഈഗോ. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് സൂപ്പർ ഈഗോ. സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസിക അവസ്ഥയാണ് സൂപ്പർ ഈഗോ. സാൻമാർഗികമായും സാംസ്കാരികമായും അനുബന്ധനം ചെയ്യപ്പെട്ട മാനസിക അവസ്ഥയാണ് സൂപ്പർ ഈഗോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് വികസിക്കുന്നതാണ് സൂപ്പർ ഈഗോ. സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിർണ്ണയിക്കുന്നതാണ് സൂപ്പർ ഈഗോ അല്ലെ. സമൂഹം അംഗീകരിച്ചിട്ടുള്ള സാൻമാർഗിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ശരിയും തെറ്റും നിയന്ത്രിക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വമനുസരിച്ചാണ്? അത് സാൻമാർഗിക തത്വമനുസരിച്ചാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് തത്വമനുസരിച്ചാണെന്ന് ചോദിച്ചാൽ സാൻമാർഗിക തത്വമനുസരിച്ചാണ് സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത്. തെറ്റ് ചെയ്തുവെന്നറിഞ്ഞിട്ടും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ ദുർബലവും ഇല്ല. തെറ്റ് ചെയ്തെന്നറിഞ്ഞാലും മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടാത്ത വ്യക്തിയുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താണ്? ദുർബലമാണ്. നിസാര കാര്യങ്ങൾക്ക് പോലും കുറ്റബോധം തോന്നുകയും ഊണും ഉറക്കവും നഷ്ടപ്പെട്ട് രോഗാതുരനാവുകയും ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് കൂടുതലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ട്. എന്താണ് ആ കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറയുന്നു, അത് ഇതാണ്. അത് സുഖതത്വം എന്നാണ് പറയുന്നത്. സുഖതത്വം ഇത് എന്ന് വെച്ചാൽ സുഖതത്വമാണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഈഗോ, അത് യാഥാർത്ഥ്യ തത്വം എന്നാണ് പറയുന്നത്. ഈഗോ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യ തത്വമാണ്. പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയാണ് ഈഗോ എന്ന് പറയുന്നത്. അടുത്ത സൂപ്പർ ഈഗോ ഉണ്ട്. സൂപ്പർ ഈഗോ എന്താണ്? സാൻമാർഗിക തത്വമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് സാൻമാർഗിക തത്വമാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത മനോലൈംഗിക വികാസ ഘട്ടങ്ങളുണ്ട് അല്ലേ. മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ, അതായത് സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റേജസ് ഓഫ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലിബിഡോയുടെ, അതായത് ലൈംഗിക ചോദന അല്ലെ, ലിബിഡോയുടെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വികാസ ഘട്ടങ്ങളെ ഈ ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ലിബിഡോയുടെ കേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 വികാസ ഘട്ടങ്ങൾ ഫ്രോയിഡ് വിശദീകരിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ശരീരത്തിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്ത് ലൈംഗിക ചോദനകൾ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇവയെ ലൈംഗിക ഉത്തേജന മേഖലകൾ അഥവാ എറോജനസ് സോൺ എന്നാണ് ഫ്രോയിഡ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഫ്രോയിഡ് മുന്നോട്ട് വെച്ച 5 മനോലൈംഗിക വികാസ ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഓറൽ സ്റ്റേജ് അഥവാ വാനഘട്ടം എന്ന് പറയുന്നത്. വാനഘട്ടം. രണ്ടാമത്തേത് അനൽ സ്റ്റേജ് അഥവാ ഗുദഘട്ടം എന്ന് പറയുന്നതാണ്. ഇനി മൂന്നാമത്തേത് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം എന്ന് പറയുന്നതാണ്. നാലാമത്തേത് നിർലീനഘട്ടം അഥവാ ലേറ്റൻസി സ്റ്റേജ് അഥവാ നിർലീനഘട്ടം എന്ന് പറയുന്നു. അഞ്ചാമത്തേത് ജെനിറ്റൽ സ്റ്റേജ് അഥവാ ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറയുന്നതാണ്.
അപ്പോൾ ഒന്നാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞ വദനഘട്ടം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഘട്ടം കേട്ടോ. ഒന്നാമത്തെ ഘട്ടം വദനഘട്ടമാണ്. അത് ഓറൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. ജനനം മുതൽ 2 വയസ്സ് വരെയുള്ളതാണ് വദനഘട്ടം. ഈ ഘട്ടത്തിലാണ് ശിശുവിന് ഏറ്റവും കൂടുതൽ അനുഭൂതി നൽകുന്നത് വായും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനവുമാണ്. അതുകൊണ്ടാണ് കുട്ടി ഈ സമയത്ത് കിട്ടുന്നതെല്ലാം എന്ത് ചെയ്യുന്നത്, കടിക്കുക, നുകരുക, ഇതൊക്കെ ചെയ്യുന്നതെല്ലാം കിട്ടുന്നതെല്ലാം എടുത്ത് വായിൽ വയ്ക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇതിനുള്ള അവസരങ്ങൾ കിട്ടാതിരുന്നാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാൽ കുട്ടിക്ക് ഫിക്സേഷൻ അഥവാ സ്തംഭനം എന്ന് പറയുന്നത് ഉണ്ടാകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള അവസരങ്ങൾ വേണ്ടത്ര കിട്ടാതിരുന്നാൽ, അല്ലെങ്കിൽ മാതാവിൽ നിന്ന് വേണ്ട പരിചരണം ലഭിക്കാതിരുന്നാൽ കുട്ടിക്ക് സ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വ്യക്തിത്വ വളർച്ച മന്ദീഭവിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്തംഭനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. വ്യക്തിത്വ വളർച്ച മന്ദീഭവിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സ്തംഭനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലെ. ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടമാക്കുമെന്നും ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. ശൈശവത്തിൽ കൂടുതൽ പരിചരണവും വായ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചാൽ പിൽക്കാലത്ത് ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിക്കുമെന്നും ഫ്രോയിഡ് നിരീക്ഷിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമുക്കൊന്ന് കിടക്കാം, അല്ലെ. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഗുദഘട്ടം അല്ലെങ്കിൽ പൃഷ്ഠഘട്ടം അല്ലെങ്കിൽ അനൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ്. അതായത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ് ഇത് കേട്ടോ. അതായത് ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് മലദ്വാരമാണ്. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാതാപിതാക്കൾ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന അഥവാ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഘട്ടമാണ് ഗുദഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ വിസർജ്യം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും ഉണ്ടാകുന്ന സമ്മർദ്ദത്തിലൂടെയാണ് കുട്ടി ആനന്ദം നേടുന്നത്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് നൽകുന്ന ഈ ഘട്ടത്തിൽ കടുത്ത നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്താണ്, സ്തംഭനത്തിന് കാരണമായേക്കാം. ശുചിത്വത്തെക്കുറിച്ചും ചിട്ടവട്ടങ്ങളെക്കുറിച്ചുമുള്ള അമിതമായ ഉത്കണ്ഠയായിട്ട് അത് പിന്നീട് രൂപാന്തരപ്പെടാനും സാധ്യതയുണ്ട്. ഇനി ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതിരുന്നാൽ കുട്ടി മുതിർന്നു കഴിഞ്ഞാലും ചിട്ടയുടെ കാര്യത്തിൽ അലംഭാവം പ്രദർശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് ലിംഗഘട്ടമാണ് കേട്ടോ. ലൈംഗിക അവയവ ഘട്ടമെന്നാണ് പറയുന്നത്. ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവ ഘട്ടമാണത്. ഫാലിക് സ്റ്റേജ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഫാലിക് സ്റ്റേജ്, ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവ ഘട്ടമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു വികാസ ഘട്ടമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന ഒരു വികാസ ഘട്ടമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഉദ്ദീപന മേഖലയുണ്ട്, അഥവാ ലൈംഗിക അവയവങ്ങളാണ് കേട്ടോ. ഉദ്ദീപന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അവയവങ്ങളാണ്. അപ്പോൾ ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. ലൈംഗിക വികാരങ്ങൾ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഘട്ടമാണ് ലിംഗഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് മാതൃകാമന എന്ന് പറയുന്നത്. അപ്പോൾ ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് എലക്ട്രാ കോംപ്ലക്സ് അഥവാ മാതൃകാമ, അല്ലെ. എലക്ട്രാ കോംപ്ലക്സ് അല്ലെങ്കിൽ എഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും. ഇപ്പോൾ എലക്ട്രാ കോംപ്ലക്സും എഡിപ്പസ് കോംപ്ലക്സ് എന്നും പറയുന്നത് ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളുണ്ട്. ഒന്നാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, മറ്റൊന്ന് ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രത്യേകതകളെ കാണിക്കാനായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച 2 ആശയങ്ങളുണ്ട്. ഒന്ന് ഈഡിപ്പസ് കോംപ്ലക്സും മറ്റൊന്ന് ഇലക്ട്രോ കോംപ്ലക്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തമുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് മാതൃകാമന അഥവാ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും നിമിത്തം അല്ലെങ്കിൽ അസൂയയും ശത്രുതയും നിമിത്തമുണ്ടാകുന്ന മാനസിക സംഘർഷത്തിനെയാണ് മാതൃകാമന അഥവാ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് പിതൃകാമന അഥവാ ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറയുന്നു. അപ്പോൾ പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തമുണ്ടാകുന്ന മാനസിക സംഘർഷത്തെയാണ് പിതൃകാമന അഥവാ ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് വിജയകരമായ പരിഹാരം കാണുകയെന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് വിജയകരമായ പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡാണ്, അല്ലേ.
അതേപോലെ തന്നെ നിർലീന ഘട്ടം എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. നിർലീന ഘട്ടം എന്താണ് നിർലീന ഘട്ടം അഥവാ അന്തർലീന ഘട്ടം? ഇപ്പം നിർലീന ഘട്ടം അഥവാ അന്തർലീന ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റൻസി സ്റ്റേജ് ആണ്. ലേറ്റൻസി സ്റ്റേജ് അതായത് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ് ഇത്. ലേറ്റൻസി സ്റ്റേജ് എന്ന് വെച്ചാൽ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്. സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്ന ഘട്ടമാണ് നിർലീന ഘട്ടം. സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടി കളിക്കാൻ താല്പര്യം കാണിക്കുന്ന ഘട്ടമാണ് നിർലീന ഘട്ടം. ഇറോജനിസ് സോൺ താൽക്കാലികമായിട്ട് ഇവിടെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇറോജനിസ് സോൺ താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമാകുന്നു. ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് ഇല്ലാത്തൊരു ഘട്ടമാണ്. വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ഇതാണ് ഈ പറയുന്ന 4ാമത്തെ ഘട്ടമായിട്ടുള്ള നിർലീന ഘട്ടം അഥവാ അന്തർലീന ഘട്ടം എന്ന് പറയുന്നത്. അതായത് സ്വലിംഗത്തിൽപ്പെട്ട സമപ്രായക്കാരുമായിട്ട് കൂട്ടുകൂടി കളിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നൊരു ഘട്ടമാണ്. ഇറോജനസ് സോൺ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് അപ്രത്യക്ഷമാകുന്നുണ്ട്. ഉദ്ദീപന മേഖല എന്ന് പറയുന്നത് ഇവിടെ കാണുവാനില്ല. ഇനി അടുത്തത് വികാരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു കാലഘട്ടം. 5ാമത്തേത് ജനനേന്ദ്രിയ ഘട്ടമാണ്. ജനനേന്ദ്രിയ ഘട്ടം എന്താണ് ജനനേന്ദ്രിയ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനേന്ദ്രിയ ഘട്ടം അഥവാ ലൈംഗിക ഘട്ടം എന്ന് പറഞ്ഞാൽ ജെനിറ്റൽ സ്റ്റേജാണ്. അതായത് 12 വയസ്സ് മുതലുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഇറോജനസ് സോൺ എന്ന് പറയുന്നത് വീണ്ടും ലൈംഗിക അവയവങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലേ? ഈ ഘട്ടത്തിൽ ഇറോജനസ് സോൺ എന്ന് പറയുന്നത് വീണ്ടും ലൈംഗിക അവയവങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേതുപോലെയുള്ള സമീപനമായിരിക്കും കുട്ടി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലൈംഗിക പക്വത നേടുന്നതിനാൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ മുതിർന്നവരുടേതുപോലെയുള്ളൊരു സമീപനമായി ഈ കാലയളവിൽ കുട്ടി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്നൊരു ഘട്ടം കൂടിയാണ് ഈ ഘട്ടം. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ മൂലം എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള താല്പര്യം വളരുന്ന കാലഘട്ടം കൂടിയാണിത്. ഇതിനെയാണ് നമ്മൾ ജനനേന്ദ്രിയ ഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ജനനേന്ദ്രിയ ഘട്ടം എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇനി വ്യക്തിത്വ മാപനം എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്, അല്ലെ? വ്യക്തിത്വ മാപനം എന്താണ് വ്യക്തിത്വ മാപനം എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? വ്യക്തിത്വ മാപനം എന്ന് വെച്ചാൽ എന്താണ്? വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഉപാധികൾ എന്താണ്? ഒന്ന് ചോദ്യാവലിയാണ്, അല്ലെ? വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന ഉപാധികളിൽ ഒന്നാമത്തേത് ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനെയർ എന്ന് പറയും. രണ്ടാമത്തേത് ഇൻവെൻ്ററികൾ എന്ന് പറയും. ഇൻവെൻ്ററീസ് ആണ് രണ്ടാമത്തെ. മൂന്നാമത്തേത് വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നതാണ്. വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധികൾ എന്തെല്ലാമാണ്? ഒന്ന് ചോദ്യാവലി, രണ്ടാമത്തേത് ഇൻവെൻ്ററികൾ, മൂന്നാമത്തേത് വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നതാണ്, അല്ലേ? മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പ്രസ്താവനകളോ ചോദ്യങ്ങളോ ആണ് ചോദ്യാവലിയിലും ഇൻവെൻ്ററികളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം പ്രസ്താവനകളോ ചോദ്യങ്ങളോ ആണ് ചോദ്യാവലിയിലും ഇൻവെൻ്ററിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കുവാൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദ്യാവലി. ഏത് തരത്തിലുള്ള വിവരങ്ങളും ശേഖരിക്കുവാൻ പൊതുവായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സവിശേഷതകൾ അന്വേഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നത് ചോദ്യാവലിയാണ്. ഇൻവെൻ്ററി എന്ന് പറയുന്നത്, അല്ലെ? വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെ? വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികൾ എന്തൊക്കെയാണ്? പേഴ്സണൽ ഡേറ്റ ഷീറ്റ് അഥവാ PDS എന്ന് പറയുന്നു. മിനസോട്ട മൾട്ടിഫസിക്, അല്ലേ? മിനസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി MMPI എന്ന് പറയുന്നത്. ഐസൻഗ് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്ന് പറയുന്ന EPI, അല്ലേ? കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്ന് പറയുന്ന KNPI. ഇവയൊക്കെയാണ് നമ്മൾ വ്യക്തിത്വ മാപനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഇൻവെൻ്ററികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി ഉണ്ട്, AS എന്ന് പറയുന്നതാണ്. പിന്നെ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് PDS എന്ന് പറയുന്നതുണ്ട്, അല്ലെ? ആദ്യമായിട്ട് ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ്റെ പേര് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക RS വുഡ്വർത്ത് എന്നൊരു പേരാണ് കേട്ടോ. ആദ്യമായിട്ട് ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ആ പേരാണ് RS വുഡ്വർത്ത് എന്ന് പറയുന്നതാണ്. ആദ്യമായിട്ട് ഇൻവെൻ്ററി ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ്റെ പേര് RS വുഡ്വർത്ത് ആണ്. അദ്ദേഹം അതിന് പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അദ്ദേഹം അതിന് പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മിനസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. മിനസോട്ട മൾട്ടിഫാസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി എന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെൻ്ററി ഉണ്ടല്ലോ. ഏറ്റവും പ്രസിദ്ധമായ വ്യക്തിത്വ ഇൻവെൻ്ററി ഏതാണ്? ഉത്തരങ്ങൾ ചില പ്രത്യേക വ്യക്തിത്വ സവിശേഷതകളുടെ സൂചകങ്ങളായിരിക്കത്തക്ക വിധത്തിൽ ആകെ 550 ഇനങ്ങളാണ് ഈ ഇൻവെൻ്ററിയിൽ ഉള്ളത്. അതായത് ഉത്തരങ്ങൾ ചില പ്രത്യേക വ്യക്തിത്വ സവിശേഷതകളുടെ സൂചകങ്ങളായിരിക്കത്തക്ക വിധത്തിൽ ആകെ 580 ഇനങ്ങളാണ് ഈ ഇൻവെൻ്ററിയിൽ ഉള്ളത്. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി ഉണ്ട് കേട്ടോ. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി AS എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി അഥവാ AS.
GW ആൽപോർട്ട് സംവിധാനം ചെയ്ത ഈ AS പ്രതികരണ പഠനം അല്ലെ GW ആൽപോർട്ട് സംവിധാനം ചെയ്ത ഈ AS പ്രതികരണ പഠനം വ്യക്തിത്വ സവിശേഷതകൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ഉപകരണങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ GW ആൽപോർട്ട് സംവിധാനം ചെയ്ത ഈ AS പ്രതികരണ പഠനം വ്യക്തിത്വ സവിശേഷതകൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യ ഉപകരണങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി അല്ലേ എന്ന് നോക്കാം. ഐസങ്ക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി അതെന്താണ്? അതിനെ നമ്മൾ EPI എന്നാണ് വിളിക്കുന്നത്. നാഡീവൈകല്യ പ്രവണതകൾ അളക്കാൻ വേണ്ടി ഐസങ്ക് ആവിഷ്കരിച്ച ഇൻവെൻ്ററിയാണ് EPI എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവൈകല്യ പ്രവണതകൾ അളക്കാൻ വേണ്ടി ഐസങ്ക് ആവിഷ്കരിച്ച ഇൻവെൻ്ററിയാണ് EPI എന്ന് പറയുന്നത്. വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത, അന്തർമുഖത്വം, ബഹിർമുഖത്വം എന്നീ 2 മാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിൻ്റെ സംവിധാനം. വ്യക്തിത്വത്തിന് സ്ഥിരത, അസ്ഥിരത, അന്തർമുഖത്വം, ബഹിർമുഖത്വം എന്നീ 2 മാനങ്ങൾ മാത്രമേയുള്ളൂ എന്ന സങ്കല്പത്തിലാണ് ഇതിൻ്റെ സംവിധാനം. എല്ലാ ഇൻവെൻ്ററികളിലും സാധ്യതയുടെയും വിശ്വാസ്യതയുടെയും അളവ് സ്ഥിരമല്ല എന്നും അത് വിപുലമായ റേഞ്ചിൽ മാറുന്നു എന്നും പ്രസ്താവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഐസങ്കാണ്. എല്ലാ ഇൻവെൻ്ററികളിലും സാധ്യതയുടെയും വിശ്വാസ്യതയുടെയും അളവ് സ്ഥിരമല്ല എന്നും അത് വിപുലമായ റേഞ്ചിൽ മാറുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. ഇൻവെൻ്ററികൾ ഉപയോഗിച്ച് കുട്ടികളെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണം, അപസമായോജിതം എന്നീ 2 വിഭാഗങ്ങളിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇൻവെൻ്ററികൾ ഉപയോഗിച്ച് കുട്ടികളെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണമെന്നും അപസമായോജിതം എന്നും 2 വർഗ്ഗങ്ങളിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്നാൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിഭജിക്കുവാൻ ഇതുവഴി സാധ്യമല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻവെൻ്ററികൾ ഉപയോഗിച്ച് കുട്ടികളെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണമെന്നും അപസമായോജിതമെന്നും 2 വർഗ്ഗങ്ങളിൽ പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിഭജിക്കാനായിട്ട് ഇതുവഴി സാധിക്കില്ല എന്നാണ് പറയുന്നത്. ചില പ്രക്ഷേപണ തന്ത്രങ്ങളുണ്ട്. അവ എന്തെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പ്രക്ഷേപണ തന്ത്രങ്ങൾ അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് പ്രക്ഷേപണ തന്ത്രങ്ങൾ. ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരുന്ന രീതിയാണ് പ്രക്ഷേപണ തന്ത്രങ്ങളെന്ന് പറയുന്നത്. എന്താണ് പ്രക്ഷേപണ തന്ത്രങ്ങൾ? ചിത്രങ്ങൾ, പ്രസ്താവനകൾ, മറ്റു രൂപങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ, മനോഭാവങ്ങൾ, ആശയങ്ങൾ എന്നിവ പുറത്തു കൊണ്ടുവരുന്ന രീതിയാണ് പ്രക്ഷേപണ തന്ത്രങ്ങളെന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട പ്രക്ഷേപണ തന്ത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രധാനപ്പെട്ട പ്രക്ഷേപണ തന്ത്രങ്ങൾ ഏതെല്ലാമാണ്? റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്. റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് പ്രധാനപ്പെട്ട പ്രക്ഷേപണ തന്ത്രങ്ങളിലൊന്നാണ്. റോർഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. തീമാറ്റിക് അപ്രിസെപ്ഷൻ ടെസ്റ്റ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് TAT എന്ന് പറയുന്നതാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നു. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് WAT ആണ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് WAT ആണ്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അതാ CAT ആണ്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് CAT ആണ്. മഷി രൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഹെർമൻ റോഷക്കാണ്. ഹെർമൻ റോഷക്കാണ് മഷി രൂപങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ഹെർമൻ റോഷക്കാണ്. മാനസിക രോഗമുക്തിക്കായിട്ട് അന്തർവിശേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് മഷി രൂപങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മാനസിക രോഗമുക്തിക്കായിട്ട് അന്തർവിശേഷണങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന രീതിയാണ് മഷി രൂപങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കറുപ്പും വെളുപ്പും ചേരുന്ന 5 മഷി രൂപങ്ങളാണ് ഈ മഷി രൂപങ്ങൾ എന്നുള്ള ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. കറുപ്പും വെളുപ്പും ചാരനിറവുമുള്ള മറ്റ് 3 മഷിരൂപങ്ങളും കറുപ്പും വെളുപ്പും മറ്റ് കളറുകളുമുള്ള 2 മഷിരൂപങ്ങളും ഇവിടെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിന്നുള്ള പ്രതികരണം അനുസരിച്ചാണ് വ്യക്തി വ്യത്യാസങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോൾ കറുപ്പും വെളുപ്പും ചാരനിറത്തിലുമുള്ളതുമായിട്ടുള്ള മഷികൾ, അതേപോലെ കറുപ്പും വെളുപ്പും മറ്റ് കളറുകളിലുമുള്ള മഷികൾ, അങ്ങനെ മൊത്തം 5 തരത്തിലുള്ള മഷിക്കൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റുകൾ കൂടുതലും നടത്തുന്നത്. ഇതിൽ നിന്നുള്ള പ്രതികരണം അനുസരിച്ച് വ്യക്തിത്വ വ്യത്യാസങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്നു. റോഷ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് മുഖേന നിർണ്ണയിക്കുന്ന മനോരോഗങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് മനോവിതളനം അഥവാ സിസോഫ്രീനിയ എന്ന് പറയുന്നുണ്ട്. മനോവിതളനത്തിൻ്റെ പേരാണ് സിസോഫ്രീനിയ എന്നാണ് പറയുന്നത്. അതേപോലെ ഹൈപ്പോറ്റാനിയ എന്ന് പറയുന്നത്, ഹൈപ്പോറ്റാനിയ അതിനെ നമ്മൾ അൽപ്പോന്മാദം എന്ന് വിശേഷിപ്പിക്കുന്ന അൽപ്പോന്മാദം. അതേപോലെ പാരനോയിയ ഉണ്ട് അല്ലേ. പാരനോയിയ അത് സംഭ്രാന്തി എന്ന് പറയുന്നതാണ് പാരനോയിയ അല്ലേ. അപ്പം നമ്മൾ നോക്കിയ മനോവിതളനം, സംഭ്രാന്തി, അൽപ്പോന്മാദം എന്നിവയൊക്കെയാണ് റോഷ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് മുഖേന നിർണ്ണയിക്കുന്നത്. ഇനി അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അവ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയുണ്ട് അല്ല. അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് TAT എന്ന് പറയുന്നത്. TAT അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ച് അതിനിടയായ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് TAT. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്.
തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൻ്റെ വക്താക്കൾ ആരാണ്? തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൻ്റെ വക്താക്കൾ മുറേ മോർഗനാണ്. മുറേ മോർഗനാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൻ്റെ വക്താവ്. മുറേ മോർഗനാണ് അല്ലേ. 30 ചിത്രങ്ങളാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് അല്ലേ. 30 ചിത്രങ്ങളാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. 30 ചിത്രങ്ങളാണ്, 30ഓളം ചിത്രങ്ങളാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. 30ഓളം ചിത്രങ്ങളാണ് അല്ലേ. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും അല്ലേ, മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് ആരാണ്? കാൾ യങ് ആണ്. അന്തർമുഖരെന്ന് വെച്ചാൽ ഇൻട്രോവേർട്സ് ആണ്, ബഹിർമുഖരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്സ് ആണ്. അപ്പോൾ മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖരെന്നും ബഹിർമുഖരെന്നും വേർതിരിച്ചത് കാൾ യങ് ആണ്. ഇനി വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് കാൾ യങ് ആവിഷ്കരിച്ച ശോധകമുണ്ട് അല്ലേ. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് കാൾ യങ് ആവിഷ്കരിച്ച ശോധകമുണ്ട്. അത് വേഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വേഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതിയുണ്ട് അല്ലേ. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന പ്രക്ഷേപണ തന്ത്രമാണ് CAT അഥവാ ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന പ്രക്ഷേപണ തന്ത്രമാണ് CAT ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. CAT വികസിപ്പിച്ചത് ആരാണ്? ലിയോപോൾഡ് ബെല്ലാക്ക് ആണ്. ലിയോപോൾഡ് ബെല്ലാക്ക്. CAT വികസിപ്പിച്ചത് ലിയോപോൾഡ് ബെല്ലാക്ക് ആണ്. CAT വികസിപ്പിച്ചത്. ജന്തുക്കൾ കഥാപാത്രമായിട്ടുള്ള ഒരു പ്രക്ഷേപണ തന്ത്രമുണ്ട് കേട്ടോ. ജന്തുക്കൾ കഥാപാത്രമായിട്ടുള്ള ഒരു പ്രക്ഷേപണ തന്ത്രമുണ്ട്. അതാണ് CAT. ജന്തുക്കൾ കഥാപാത്രമായിട്ടുള്ള ഒരു പ്രക്ഷേപണ തന്ത്രമാണ് CAT. ഇനി വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് WAT വികസിപ്പിച്ചതാരാണ്? അല്ല, വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് WAT വികസിപ്പിച്ചത് CG യങ് ആണ് അല്ലേ. വ്യവഹാര വൈകല്യങ്ങൾ കണ്ടെത്താൻ WAT വികസിപ്പിച്ചത് CG യങ് ആണ്. വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖമെന്നും ഇങ്ങനെ വിഭജിക്കുന്ന ശോധകമുണ്ട് അല്ലേ. വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖമെന്നും വിഭജിക്കുന്നുണ്ട്. ആരാണ് വിഭജിച്ചിരിക്കുന്നത്? വ്യക്തിത്വത്തെ അന്തർമുഖമെന്നും ബഹിർമുഖമെന്നും ഉഭയമുഖമെന്നും വിഭജിച്ച ആ ശോധകം തയ്യാറാക്കിയിരിക്കുന്ന ആളാരാണ് അല്ലേ. ശോധകം തയ്യാറാക്കിയിരിക്കുന്നവരാണ് WAT എന്നാണ് പറയുന്നത്. വേഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് കേട്ടോ. വ്യക്തിത്വത്തെ അന്തർമുഖം ബഹിർമുഖം ഉഭയമുഖം എന്നിങ്ങനെ വിഭജിക്കുന്ന ശോധകമാണ് WAT. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി എന്നുള്ള മേഖലയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ള ക്ലാസ്സാണ്. അതായത് ടീച്ചേഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള മേഖലയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്